സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പേരെന്തായിരുന്നു? പേര് സുധാകര ശർമ്മ. ഈ ഈ അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം, പടയണിയുടെ ഐതിഹ്യം എന്താണ്? പടയണിയുടെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ പൂർവികമായിട്ട് ദേവിയുടെ നമ്മുടെ ദേവി മഹാത്മ്യം എന്നുള്ളൊരു വിഷയമുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിലെ 13 അധ്യായങ്ങളാണത്. അതിൽ ദേവി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ദേവി മഹാത്മ്യത്തെ. ഒന്ന് മധുകയുടെ വധം, ആദ്യത്തെ 1-ാമത്തെ അധ്യായം. 2ഉം 3ഉം മഹിഷാസുരവധം. 3 മുതൽ അപ്പുറത്ത് 4 മുതലുള്ള ബാക്കി 13 വരെയുള്ള അധ്യായങ്ങൾ ശുംഭനിശുംഭവധം. അപ്പോൾ ആ സമയത്ത് ദേവിയെ സഹായിക്കാൻ വേണ്ടി എല്ലാ ദേവഗണങ്ങളും മറ്റുള്ള എല്ലാവരും കൂടി ദേവിയെ സഹായിക്കുന്നതായിട്ടൊരു രംഗം അതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ പടയണി എന്ന് കേട്ടല്ലേ, ഇങ്ങനെ പേപ്പറിലൊക്കെ വായിച്ച് കാണും. പടയണി വെച്ചാൽ പട ചേരുക എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് ചേരുന്നതിനാണ്. അണിചേരുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, മലയാളം മനസ്സിലാവും. അണിചേരുക എന്ന് വെച്ചാൽ എല്ലാവരും കൂടുക. അപ്പോൾ പടയണി ചേരുക എന്ന് വെച്ചാൽ എന്തൊക്കെ, അത് യുദ്ധത്തിന് വേണ്ടി ദേവിയെ സഹായിക്കാൻ വേണ്ടി അസുര നിഗ്രഹം, അതായത് തിന്മയെ ഇല്ലാണ്ടാക്കി നന്മയെ വഴി. ഇതാണ് ദേവി അല്ലെങ്കിൽ ദേവന്മാരുടെ ദേവാസുര യുദ്ധം അതാണ്. അത് ശരിക്കും പറഞ്ഞാൽ താത്വികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു വിഷയമാണത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ തിന്മയെ നശിപ്പിക്കുക, എന്നാലേ മനുഷ്യനാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2 കൈയും 2 കാലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യനാവില്ല. ആ നന്മ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ആ മനുഷ്യത്വത്തിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ മൃഗത്തിന് തുല്യമായിട്ട് മാറും. നമ്മൾ 2 കാലുള്ള മൃഗമായിട്ട് മാറും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനും വേണ്ടി നമ്മുടെ ഉള്ളിലെ മാറ്റങ്ങളാണ് എല്ലാത്തിനും എന്താ. അപ്പോൾ അതിനൊരു നമ്മളത് പുറത്തുകൂടി കാണിക്കുന്ന വിഭാഗങ്ങളാണ് മറ്റതല്ല. അപ്പോൾ ഇന്നത്തെ ചടങ്ങെന്ന് വെച്ചാൽ അതാണ് നമ്മൾ പടയണി ചേരുക എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും. ഇപ്പോൾ ഇന്നലെ ആ വടക്കേ ചേരുവാരായിരുന്നു. അവരുടെ വകം ഹനുമാൻ്റെ വിഗ്രഹങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള വിഗ്രഹം ദേവരൂപങ്ങളാണ് ഈ വന്നതൊക്കെ. ഇന്നിപ്പോൾ ഭീമൻ അവിടെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗരുഡൻ ഇപ്പോൾ പുറകെ വരും, അർജുനൻ വന്നിട്ടുണ്ട്, ഗണപതി ഭഗവാൻ വരും. ഇതിലെല്ലാവരും കൂടി ചേർന്നിട്ട് ദേവിയെ യുദ്ധത്തിന് സഹായിക്കുന്ന ആ രംഗത്തിലേക്ക്. പിന്നെ ആ യുദ്ധം കഴിയുമ്പോഴേക്കും അതിനകത്ത് തന്നെ പറയേണ്ട എല്ലാ അപ്സരസുകളും ദേവന്മാരും എല്ലാവരും കൂടി നൃത്തമാടുന്നതായിട്ടുള്ള ഒരു വിവരങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടറിവുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേരുന്ന ആ ഒരു വിഷയത്തിനാണ് ഈ പടയണി. ഉത്സവത്തിൽ തന്നെ 3 തരം ഉത്സവം ഉണ്ട് പറയുന്നത്. പടഹാദി ഉത്സവം അതായിരിക്കാൻ ഇവിടെയും തോന്നുന്നു. കാരണം അപ്പോൾ അതാണ് ഇവിടെ ഈ ഒതളങ്ങേറ് ചൂട്ടുപടയണി എന്നൊക്കെ പറഞ്ഞ നോട്ടീസിലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പോൾ ആണെന്ന് തോന്നുന്നു ഇവിടെ. എന്നാലും ധ്വജാതി ഉണ്ട്, കൊടിയും കയറ്റുന്നുണ്ട്. 3 തരത്തെ ഉത്സവം. ഒന്ന് പടഹാദി ഉത്സവം, ധ്വജാതി ഉത്സവം, അങ്കുരാതി ഉത്സവം. അപ്പോൾ അതിനകത്ത് ഈ പടയണി എന്ന് വെച്ചാൽ ഇതിനകത്ത് പെടും, ആദ്യം പറഞ്ഞതിലേക്ക് പെടും. അപ്പോൾ അങ്ങനെ ആ ഒരു അസുര നിഗ്രഹമാണ്. ആ അസുര നിഗ്രഹത്തിലൂടെ ആ തിന്മയെ ജയിച്ച് നന്മയെ പുനഃസ്ഥാപിക്കുക. നമ്മുടെ ഉള്ളിലുള്ള തിന്മയാണ്, പുറത്തല്ല. അസുരന്മാർ പുറത്തല്ല. ഇപ്പോൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി നമ്മൾ കേട്ടാലും അതുപോലെയാണ് അതിൻ്റെ ഇത്. നമ്മൾ വിളിച്ചാൽ വഴിയാക്കുന്ന ഭഗവതിയാണ് ഇവിടെയുള്ളത്. നമ്മുടെ കരകര അങ്ങനെ എന്തെങ്കിലും പറയത്തക്ക വല്ല അനുഭവങ്ങളുടെ കഥകളുണ്ട്? ധാരാളങ്ങളുണ്ടല്ലോ. ഓരോരുത്തരുടെ അനുഭവങ്ങളാണല്ലോ ഓരോ ഇതുണ്ടാവുന്നത്. അത് ഭഗവതിയെ നമ്മൾ ധ്യാനിച്ച് നമ്മൾ മനസ്സറിഞ്ഞ് അവരെ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സറിഞ്ഞ് തന്നെ ഭഗവതി. ദേശവാസികളെല്ലാം തൃക്കോർത്തമ്മയുടെ അനുഗ്രഹം കൊണ്ട് കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് എല്ലാം കഴിഞ്ഞു പോകുന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് എല്ലാം ഭംഗിയായിട്ട്. ഞങ്ങളെല്ലാം ആശ്രയം വെച്ചാൽ ഇവിടെ ആണോ കാലത്തെ വന്ന് ഞങ്ങളിവിടെ ദർശിച്ചു പോയില്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ കോട്ടിലിക്കാർക്കൊരു അന്നത്തെ ദിവസം ഒരു തൃപ്തിയില്ല. അങ്ങനെയുള്ള ആണ് ഇവിടെ NS കരയോഗം നടത്തുന്നുണ്ടെങ്കിലും എല്ലാവിധ ഹിന്ദു ഭക്തന്മാർ എല്ലാവരുടെയും ദേശദേവതയാണ്. ഇത് ഉടമസ്ഥാവകാശം മാത്രമേ ഉള്ളെങ്കിലും എല്ലാവർക്കും യാതൊരുവിധ അങ്ങനെയുള്ള പഷ്വാലിറ്റി ഒന്നുമില്ല. നമ്മളെല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു. ഉത്സവം നടത്തണം മാത്രം NSൻ്റെ ആണെന്ന് മാത്രം. ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയുടെ അടുത്ത് വന്ന് പല ചികിത്സയും കഴിഞ്ഞതിന് ശേഷം അമ്മയെ കണ്ട് അമ്മയുടെ ദിവസം ഒരു ആ പ്രാർത്ഥനയിൽ മാറിയ അനുഭവങ്ങളുണ്ട്. അങ്ങനെ നിരവധി അസുഖങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ജോലി സംബന്ധമായിട്ട്, പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായിട്ട് പെൺകുട്ടികളുടെ വിവാഹം, അതെല്ലാം അമ്മയുടെ മുമ്പിൽ നിറഞ്ഞ മനസ്സോടുകൂടി കണ്ണീരോടുകൂടി അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഇവിടെ എല്ലാം നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് അമ്മയെ കാണുന്നത്. അവിടെ ഇപ്പോൾ 2 കരയോഗങ്ങളുണ്ട്, ദേവസ്വം ഉണ്ടെങ്കിൽ അവർ മത്സരമൊന്നുമില്ല. എല്ലാവരും സ്നേഹത്തോടു കൂടി ഐക്യത്തോടു കൂടി ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ നാടിൻ്റെ ഐശ്വര്യം. ഞങ്ങളിവിടെ വരുന്നതിൻ്റെ ഒരു വിഷയം പറയുമ്പോൾ അതും കൂടി ഇതിനകത്ത് ചേർന്നാലേ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഈ വരവ് സമ്പൂർണ്ണമുള്ളൂ. കാരണം ഒരു കാലത്ത് ഞങ്ങൾ വരാപ്പുഴ വലിയ വീട്ടിൽ കർത്താക്കന്മാർ അറിയപ്പെടുന്ന കുടുംബത്തിലുള്ള ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇവിടുത്തെ ഒരു കാലത്തൊരു മോശാവസ്ഥ വന്ന സമയത്ത് പറഞ്ഞു കേട്ടറിവാണ്
അപ്പൂപ്പന്മാരായിട്ട് എൻ്റെ ഇതെല്ലാം കറക്റ്റാണോ എൻ്റെ അടുത്ത് ചോദിക്കരുത്. സാധാരണ നമ്മൾ ഇതൊക്കെ നമുക്ക് കുറേയൊക്കെ കേട്ടറിവാണല്ലോ. അപ്പം അന്ന് അവിടെ വന്നിങ്ങനെ പറഞ്ഞു എന്നും ഇവിടുത്തെ ഉത്സവം നടത്തുന്ന വിഷയത്തിലേക്കൊക്കെ അങ്ങനെ അവിടെ നിന്ന് വന്ന് ഞങ്ങളുടെ ആൾക്കാർ കൂടി ഇവിടെ നിന്ന് ഉത്സവം നടത്തിയിരുന്നു എന്നും ഇന്ന് ദൈവാധീനം കൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ കരയോഗം വളരെയധികം വിപുലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ എല്ലാം പ്രാപ്തിയായി ഇവിടെ. എന്നാലും ആ പഴയ ചാലനുസരിച്ച് ഇവർ ആ പടയണി സമയത്ത് ഇവിടെ കൊടി കയറിയതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വരും. വന്നിട്ട് നമുക്ക് അവിടെ അവരുത്തായിട്ട് ക്ഷണക്കത്തായിട്ട് വന്നിട്ട് അവിടെ ക്ഷണിച്ചിട്ട് ഈ ദിവസം ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പം ഞങ്ങളിവിടെ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ട് അവരെ വാതിക്കലെത്തുമ്പോൾ അവിടെ ആചാരവെടി എന്നൊരു പരിപാടിയുണ്ട്. ഒരു കഥനയൊക്കെ പൊട്ടിച്ചിട്ടാണ് നമ്മളകത്തെ ആ പ്രസിഡൻറ്റും എല്ലാവരും അവിടെ ഹാജരായിരിക്കും. അവരൊക്കെ പിടിച്ച് കൈ പിടിച്ച് അകത്തോട്ടുവഴി ഇരുത്തി പഴയ കാലത്തെ സമ്പ്രദായ പ്രകാരം കരിക്ക്, ഇന്നിപ്പോൾ സോളയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, കരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ സ്വീകരിച്ച് കഴിഞ്ഞ ശേഷം ആ ഭീമനെ എഴുന്നള്ളിക്കുന്ന സമയമാകുമ്പോൾ അവർ വന്നിട്ട് ഞങ്ങളെ ഭീമൻ്റെ കയറ് ഞങ്ങളെടുത്ത് കൊടുക്കുക അവർക്ക്. ആ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത് ലാസ്റ്റ് അവർ സന്തോഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും അവർ ചെറിയൊരു പ്രസൻറ്റേഷനൊക്കെ ഒരു മറ്റേ പഴത്തിൻ്റെ ഒരു കൊലയൊക്കെ ബെറ്റിലേക്ക് തന്നിട്ട് അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു പതിവാണ് പൂർവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നടക്കണം. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.